നമസ്കാരം. വാണിയമ്പലം ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം പവിത്രവും പ്രാചീനവും പ്രകൃതിരമണീയമായ 500 അടി ഉയരങ്ങളിലുള്ള പാറകൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറക്കടിയിലൂടെ പോകുന്ന ഈ അതിമനോഹരമായ റെയിൽവേ പാത ഷൊർണൂർ ടു നിലമ്പൂർ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണെന്ന് അറിയപ്പെടുന്നു. ഈ പുണ്യസങ്കേതത്ത് യതീശ്വരൻ തപസ്സിരുന്നതായി അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് മുൻഭാഗത്ത് അടിയിലായി യതീശ്വരൻ തപസ്സിരുന്ന ഗുഹയും ഉണ്ടെന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തപശക്തിയാലെ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതിപരാശക്തിയായ ത്രിപുരസുന്ദരി ദേവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധന ദേവത. ലോകത്തിന് ക്ഷേമമുണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം ദിവസവും ശ്രീ ചക്രപൂജ നടത്തിയിരുന്നു എന്നും അറിയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം അവിടെ ചക്രകത്തിൽ ദേവീബിംബം പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തിരുന്നുവെന്നും അറിയപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ വെച്ച് തന്നെ സമാധിയായി എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ക്ഷേത്രം ഇടിഞ്ഞു പോവുകയും അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് 1978 പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാൻ എല്ലാവരും തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രശ്നം വയ്ക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മേഴത്തൂർ അച്യുതൻ നായരുടെ പ്രശ്നചിന്തനത്താൽ തറയോട് ചേർന്ന ജലാശയത്തിൽ ക്ഷേത്രത്തിൻ്റെ അവശേഷങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ജലാശയം വൃത്തിയാക്കുകയും അതിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 1980 ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ 1986 ജൂൺ 20 ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ശ്രീ ത്രിപുരസുന്ദരി ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പുരാതന കാലത്ത് ക്ഷേത്രത്തിൻ്റെ പൂജയ്ക്കും മറ്റും ആവശ്യങ്ങൾക്കും വേണ്ടി പൂജാരി വെള്ളം കൊണ്ടുവന്നിരുന്നത് ക്ഷേത്രത്തിന് താഴെ നിന്നായിരുന്നു. ഒരിക്കൽ പൂജാരി നിവേദ്യം അടുപ്പത്ത് വെച്ച് വെള്ളത്തിന് വേണ്ടി താഴെ പോയി വെള്ളം കൊണ്ടുവന്നപ്പോൾ നിവേദ്യം കരിഞ്ഞു പോയതായി കാണപ്പെടുകയും ആ ദേഷ്യത്തിൽ ഉരുളിയും ചട്ടുകവും എടുത്ത് എറിഞ്ഞു. ആ ഉരുളി വീണ സ്ഥലത്ത് മണിക്കിണറും ചട്ടുകം വീണ സ്ഥലത്ത് കുളവും ഉണ്ടായി എന്നാണ് പൂർവികർ പറയുന്നത്. എത്ര വലിയ കൊടും വേനലിലും ഈ കിണറും ഈ കുളവും വറ്റതായിട്ടുള്ള ചരിത്രവും ഇന്നേവരേക്കും ഇല്ല. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഹരിതഭംഗിയിൽ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ പ്രപഞ്ചത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.